إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ ആയത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ടായിരിക്കും, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞ ശേഷം 4 വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. അതിൽ ആദ്യം പറഞ്ഞ അല്ലദീന ആമനു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകൾ, അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകളായിരുന്നു എന്ന് വളരെ കൃത്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി ഇന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതായി പറഞ്ഞ വിഭാഗക്കാരെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈൻ, നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്വാറാക്കളും സാബീകളും. ഇവിടെ ഇവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ, അതായത് ഇവർക്ക് പ്രതിഫലമുണ്ടായിരിക്കും, ഇവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിൽ ഒന്നാമത് പറഞ്ഞ വിശ്വസിച്ചവർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട സത്യവിശ്വാസികളാണ്. എന്നാൽ ആരാണ് ഇവിടെ യഹൂദിയായവർ? അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ ആയത്ത് മുതൽ ഇസ്രായേൽ സന്തതികളെ പറ്റി, അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട യഹൂദികളെ കുറിച്ച് അതിരൂക്ഷമായ വിമർശനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ ആയത്ത് മുതൽ നടത്തിയിട്ടുള്ളത്. അള്ളാഹു അവർക്ക് നൽകിയ പല അനുഗ്രഹങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാമിയെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിയെയും അവരിലേക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചത്, ഫിർഔനിന്റെ ആധിപത്യത്തിൽ നിന്ന് കടൽ പിളർത്തി അവരെ രക്ഷപ്പെടുത്തിയത്, അലഞ്ഞു തിരിഞ്ഞു നടന്ന സിനാ മരുഭൂമിയിൽ അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന രൂപത്തിൽ മേഘത്തണൽ നൽകിയത്, അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബനൂ ഇസ്രായേലിയർക്ക് അവരെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു എടുത്തു പറയുമ്പോൾ അതോടൊപ്പം അവർ ചെയ്ത അക്രമങ്ങളും നന്ദികേടും ഈ ബനൂ ഇസ്രായേലിയരെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ അക്രമം ചെയ്തിട്ടുണ്ട്, അവർ നന്ദികേട് കാണിച്ചിട്ടുണ്ട്, അവർ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, അവരുടെ മേൽ അള്ളാഹു ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. വേദനയേറിയ ശിക്ഷ നാളെ പരലോകത്ത് അവർക്ക് ലഭിക്കും. അങ്ങനെ സഹോദരങ്ങളെ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണയാണ് ഈ ബനൂ ഇസ്രായേലിനെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇസ്രായേൽ സന്തതികളിൽ എല്ലാവരും അക്രമികളായിരുന്നു എന്നാണോ? അല്ല സഹോദരങ്ങളെ, അവരിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു. നല്ല വിശ്വാസമുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന, പ്രവാചകന്മാരെ അനുസരിക്കുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച സത്യവിശ്വാസികൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരിൽ മിതത്വം പാലിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ അവരിൽ അധികം പേരുടെയും പ്രവർത്തനങ്ങൾ വളരെ ചീത്ത തന്നെ എന്നാണ് സൂറത്തുൽ മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേദക്കാരെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത്, അതായത് സൂറത്തു ആലിമ്രാനിലെ 110-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൗ ആമന അഹ്ലുൽ
കിതാബി ലകാന ഖൈറൻ ലഹും, വേദക്കാർ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഉത്തമമായിരുന്നു. മിൻഹുമുൽ മുഅ്മിനൂൻ, അവരുടെ കൂട്ടത്തിൽ വിശ്വാസമുള്ളവരുണ്ട്. വഅക്സറുഹുമുൽ ഫാസിഖൂൻ, എന്നാൽ അവരിൽ അധിക പേരും ധിക്കാരികളാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതേപോലെ സൂറത്തുൽ അഅറാഫിലെ 159-ാമത്തെ ആയത്തിൽ നല്ലവരായ മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ ഖൗമി മൂസാ ഉമ്മത്തും യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ, മൂസായുടെ ജനതയിൽ തന്നെ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട് എന്നാണ്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച, അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ അനുസരിച്ച, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വിശ്വാസികളായ യഹൂദികളെ കുറിച്ചാണ് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത്. വല്ലദീന ഹാദൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതിന് മുമ്പ് തൗറാത്ത് അനുസരിച്ച് ജീവിച്ച ആളുകളാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി തൗറാത്തും ഇഞ്ചീലും ഒക്കെ ദുർബലപ്പെടുകയും എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതനുസരിച്ച്, അതായത് പരിശുദ്ധ ഖുർആൻ പ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ഈ ആയത്തിന്റെ താല്പര്യം. ഇനി സഹോദരങ്ങളെ, നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമിയുടെ അനുയായികളാണ് തൗറാത്ത് അനുസരിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കിയിരുന്ന യഹൂദികളായ ആളുകൾ. എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ അവർ ജൂതന്മാർ അല്ലെങ്കിൽ യഹൂദികൾ എന്ന് വിളിക്കപ്പെട്ടത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുന്നത്, യഹൂദി എന്ന പദം അർത്ഥമാക്കുന്നത് ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഏതുപോലെ സൂറത്തുൽ അഅറാഫിലെ 156-ാമത്തെ ആയത്തിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തണമേ എന്ന്. അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഇന്നാ ഹുദ്നാ ഇലൈക, തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ടാണ് ഖേദിച്ചു മടങ്ങി എന്നർത്ഥം വരുന്ന യഹൂദി എന്ന പദത്തിലേക്ക് അവർ അറിയപ്പെടാൻ കാരണമെന്നാണ്. അതുപോലെ പണ്ഡിതന്മാർക്കിടയിലുള്ള മറ്റൊരു അഭിപ്രായം, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിയുടെ ഏറ്റവും മൂത്ത മകനായ യഹൂദയിലേക്ക് അഥവാ ജൂതയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഈ പേര് യഹൂദികൾ എന്ന ഈ പേര് വന്നിട്ടുള്ളത് എന്ന് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വന്ന മറ്റൊരു അഭിപ്രായം. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യഹൂദികളെ സംബന്ധിച്ച് അവരിലെ ധിക്കാരികളായ, അതായത് അള്ളാഹുവിനോടും അവരിലേക്ക് വന്ന പ്രവാചകന്മാരോടും അനുസരണക്കേട് കാണിച്ച യഹൂദികളെ സംബന്ധിച്ച് അവർ കരുതിപ്പോന്നത് സ്വന്തം സമുദായത്തിൽപ്പെട്ട, അതായത് ജൂത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുക. യഹൂദികളല്ലാത്ത എല്ലാ ആളുകളും, അതായത് ജൂത തറവാട്ടിൽ ജനിക്കാത്ത എല്ലാ ആളുകളും നാളെ നരകത്തിലെ വിറകായി തീരുമെന്ന ഒരു തരം മിഥ്യാധാരണ യഥാർത്ഥ ആദർശത്തിൽ നിന്നും പിഴച്ചവരായ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്നു എന്നാണ്. സ്വർഗത്തിന്റെ അവകാശികൾ തങ്ങൾ യഹൂദികൾ മാത്രമാണ് എന്ന് പറയുകയും വളരെ മോശമായ തരത്തിലുള്ള വർഗീയ ചിന്തകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ സ്വർഗത്തിന്റെ കുത്തക അവകാശപ്പെട്ട ജൂതന്മാർക്ക് അള്ളാഹു നൽകിയ ഒരു മറുപടി കൂടിയാണ് ഈ 62-ാമത്തെ ആയത്ത് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ നസ്വാറാക്കളെന്നോ സ്വാബികളെന്നോ ഏതു പേരിൽ അറിയപ്പെട്ടവരാകട്ടെ, അള്ളാഹുവിലും അന്ത്യനാളിലും ശരിയായ വിശ്വാസം വെച്ചു പുലർത്തുകയാണ് എങ്കിൽ, ആ ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അവർക്കാണ് നാളെ പരലോകത്ത് മോക്ഷം ലഭിക്കുക, വിജയം ലഭിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവർക്ക് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത്. അതല്ലാതെ മോക്ഷത്തിന്റെയും വിജയത്തിന്റെയും മാനദണ്ഡം അത് ജൂതന്മാർ വെച്ചു പുലർത്തുന്ന രൂപത്തിലുള്ള വർഗീയമായ വിശ്വാസമല്ല എന്ന് യഹൂദികളെ പ്രത്യേകം ഉണർത്തുകയാണ് ഈ 62-ാമത്തെ ആയത്ത് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ബാക്കിയുള്ള 2 വിഭാഗം ആളുകളുണ്ട്, നസ്വാറാക്കളും അതുപോലെ തന്നെ സ്വാബികളും. എന്താണ് അവരുടെ പ്രത്യേകതകൾ എന്ന് ഇതുപോലെ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട്. അത് ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.